hello and welcome back to Nora Times. Yes guys, so ഇന്നത്തെ video is all about my combination skincare routines. Okay, അപ്പോൾ എല്ലാവർക്കും അറിയാം മോർണിംഗ് നമ്മൾ എഴുന്നേറ്റാൽ മസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. വെള്ളം ഉള്ളിലോട്ട്, അതായത് എന്ത് സാധനം നിങ്ങൾ വാരി തേച്ചാലും പുറത്തോട്ട് വരണമെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും വേണം. നന്നായി വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ ടിപ്സ് അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കുറച്ച് നിങ്ങളുടെ HB കൗണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഈ HB കുറയുമ്പോൾ ഡാർക്ക് സർക്കിൾസ്, എനിക്കിപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ അത്ര അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡു എന്താ സ്കിൻ കെയർ പ്ലസ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എവറിബഡി നോസ് ദാറ്റ് ക്ലെൻസ് യുവർ ഫേസ് വിത്ത് മൈൽഡ് ഫേസ് വാഷ്. എൻ്റെ ഫേസ് വാഷ് തീർന്നു. ആക്ച്വലി അതിൻ്റെ ബോട്ടിൽ എൻ്റെ വീട്ടിലിരിക്കുകയാണ്, സോ എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റാഫിലിൻ്റെ ക്ലെൻസ്ഡാണ്. ഞാൻ അതിൻ്റെ പിക്കും പ്രൈസും ലിങ്കും ഞാൻ ഇവിടെ ഇടാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഫേസ് നന്നായിട്ട് എന്ത് ചെയ്യുമ്പോൾ, തുടയ്ക്കുമ്പോൾ യൂസ് എ ക്ലീൻ ടവൽ യൂസ് ചെയ്യുക ഇസ് മസ്റ്റ്. കാരണം നിങ്ങളുടെ ഫേസാണ്. ഇപ്പോൾ കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നില്ല. ക്ലീൻ ഹാൻഡ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഇട്ട് തുടയ്ക്കരുത്. നല്ല ഒരു കോട്ടൻ്റെ തുണി എടുക്കുക, അത് ഫേസ് മാത്രം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, അത് വെച്ച് തുടയ്ക്കുക. കാരണം ഇൻ കേസ് ഇഫ് യു ഹാവ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡ് സ്കാൾപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തലയിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹെഡിൽ യൂസ് ചെയ്ത ടവൽ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഫേസിൽ വരാനുള്ള ചാൻസസ് ഈസ് ഹൈ. സോ സ്കിപ്പ് ദാറ്റ്. ഫേസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടവല്, വാട്ടർ നന്നായി കുടിക്കുക, ഫുഡ് ഇൻടേക്ക് കൂട്ടുക, അതായത് ഹെൽത്തി ഫുഡ് ഇൻടേക്ക് കൂട്ടുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഞാൻ പറയാം. ഒന്ന് സിമ്പിളിൻ്റെ ഫേസ് വാഷ്, ഒന്ന് എന്തിൻ്റെ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ്. കാരണം കോമ്പിനേഷൻ സ്കിൻ ഹാസ് ദി ടെൻഡൻസി ടു എന്ത് ആക്നെ പ്രോൺ സ്കിൻ ആവാനുള്ള ടെൻഡൻസീസ് ഹൈ. അത് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് അറിയാം. ഇപ്പം എനിക്ക് തന്നെ എൻ്റെത് ടീ സോണ് ഫുള്ള് എന്താവാറില്ല, ഓയിലി ആവാറില്ല. നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക. കോമ്പിനേഷൻ സ്കിൻ ഹാസ് കൈൻഡ് ഓഫ് വെറൈറ്റീസ്. ഇവിടെ ഡ്രൈ, ഇവിടെ ടീ സോണിൽ എന്ത് ഓയിലി ആവുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ചിലത് ഇവിടെ നോർമലായിരിക്കും, ലൈക്ക് ഈ ഒരു സോൺ നോർമലായിരിക്കും, ടീ സോണ് എന്തായിരിക്കും, ഓയിലി ആയിരിക്കും. എൻ്റെത് നോസ് ഏരിയ ആൻഡ് ഈ ഏരിയ, ഇത്ര ഏരിയാസാണ് എൻ്റെത് എന്താവാറ്, ഓയിലി ആവാറ്. ബാക്കി ദ റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് എന്താണ്, നോർമലാണ്. പക്ഷെ ഇവിടെ ആക്നെ പ്രോൺ ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്. എനിവേസ് ഇഫ് യു ഹാവ് കോമ്പിനേഷൻ സ്കിൻ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദ ചേഞ്ചസ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ടോണർ. കോമ്പിനേഷൻ സ്കിന്നാളിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് ടോണർ. ഇവിടെ കുറച്ച് ഡിസ്കംഫർട്ടായി, അതുകൊണ്ടാണ് എൻ്റെ റെക്കമെൻഡേഷൻ ഇസ് ദ 2 ടോണർ. ഒന്ന് പ്ലമ്മിൻ്റെ നയാസിനിമൈഡും, ഒന്ന് HABHA ഓഫ് ഏതിൻ്റെ കോസ്റെക്സിൻ്റെ ടോണറും. ഇത് കുറച്ച് ബഡ്ജറ്റ് ഉള്ളതാണ്, ഇത് കുറച്ച് അഫോർഡബിളാണ്. ഞാൻ പറയാം, കോമ്പിനേഷൻ സ്കിന്നാർ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ഇത് രണ്ടും മേടിച്ചാൽ. പക്ഷെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ലെറ്റ് മി ഷോ ദാറ്റ്. സ്നെയിൽ മ്യൂസിയം. നോ, നെവർ ബൈ. ഇത് നിങ്ങൾക്ക് ഒരാളും പറഞ്ഞു തരില്ല. ബിക്കോസ് ഐ ഡു ഹാവ് കോമ്പിനേഷൻ സ്കിൻ ആൻഡ് ഞാൻ ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിൽ. വൈ ഐ പർച്ചേസ് സെക്കൻഡ് ബോട്ടിൽ? റീസൺ പറയാം. കാരണം ഇത് ആദ്യം ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരുന്ന സാധനങ്ങൾ വേറെ ആയിരുന്നു. ഇപ്പം ഇതൊന്നും അല്ല പെയർ ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഞാൻ ലൈക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്ത സാധനങ്ങളുടെ മിസ്റ്റേക്ക് ആവാം എനിക്ക് എന്ത് വന്നത്, ബ്രേക്ക്ഔട്ട്സ് വന്നതെന്നും. ഞാൻ സെക്കൻഡ് ബോട്ടിൽ മേടിച്ചു, സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്തു. ദെൻ ഐ റിയലൈസ്ഡ് ഇതാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എസെൻസ് നിർബന്ധമല്ല കോമ്പിനേഷൻ സ്കിന്നുകാർക്ക്. ദ മസ്റ്റ് തിങ് ഇസ് യൂസ് എ ഗുഡ് ടോണർ. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം, പൈസ ഇല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ദസ്. ആൻഡ് എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ ഇടാം. ഇത് 400-ൻ്റെ ഉള്ളിൽ കിട്ടും. ആൻഡ് അനതൊരു ടിപ്പ് പറയട്ടെ, ട്രൈ ടു ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ട്രൈ ടു ബൈ ഇറ്റ് ഫ്രം ടീര ആപ്പ്.
എന്താണ് ചിരിയെന്ന് വാങ്ങാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ തിര ആപ്പിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്, ലൈക്ക് ഒരു പ്രത്യേകതയുണ്ട്, സ്പെഷ്യാലിറ്റി ഉണ്ട്. ലൈക്ക് നിങ്ങൾ ആദ്യം വാങ്ങുമ്പോൾ ഓഫ് വരും, പിന്നെ ലൈക്ക് ഓക്കെ ഫസ്റ്റായിട്ട് വാങ്ങുന്നതുകൊണ്ടാവാം ഇവർ ഓഫ് തരുന്നതെന്നും. എല്ലാ സാഹചര്യത്തിലും നല്ല വില കുറവാണ്. ശരിക്കും 699 ആണ് ഞാൻ യൂസ് ചെയ്ത വിഷ് കെയറിൻ്റെ നയാസിനിമൈഡ് ബോട്ടിലിന്. എനിക്കിതിൽ നിന്ന് 499, 399 ഒക്കെ കിട്ടി. സോ അത് എൻ്റെ ഒരു ആരും പറഞ്ഞില്ലാത്ത സീക്രട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ടോൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു യൂസ് സിറം. എൻ്റെ ആക്നെ പ്രോൺ സ്കിന്ന് ലൈക്ക് കുറച്ചുകൂടി ആക്നീസ് വന്നു തുടങ്ങിയപ്പോഴത്തേനും ഞാൻ നയാസിനിമൈഡ് യൂസ് ചെയ്തത്. സത്യം പറയാലോ, വീഡിയോ എടുക്കാൻ നേരം എൻ്റെ വിഷ് കെയറിൻ്റെ ബോട്ടിൽ കാണുന്നില്ല. ഇതാ പ്ലമ്മിൻ്റെ, ഇത് ഫോക്കസ് ആകുന്നില്ല ഗൈസ്. ഓക്കെ, പ്ലമ്മിൻ്റെ നയാസിനിമൈഡ്. ഇതും ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇതേപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരുന്ന ഒന്നാണ് വിഷ് കെയറിൻ്റെ നയാസിനിമൈഡ്. യു ഗോ വിത്ത് ദാറ്റ് ഗൈസ്. വിഷ് കെയറിൻ്റെ നയാസിനിമൈഡ് അതൊരു മാജിക്കൽ പ്രോഡക്റ്റാണ്. ഇനി നിങ്ങൾക്ക് നല്ല ആക്നീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം വീക്ക്ലി 2 ഇൻ കേസ് നിങ്ങൾക്ക് അൺഈവൻ സ്കിൻ. കാരണം എനിക്കറിയാം കോമ്പിനേഷൻ ആകുമ്പോൾ എൻ്റെ ഈ ഒരു ഏരിയ ഡാർക്കറും ഇവിടെ ഡാർക്കറും ഇവിടെ വൈറ്റും ആയിരുന്നു, അൺഈവൻ സ്കിൻ ടോൺ ആയിരുന്നു. ഞാനപ്പോൾ മിനിമാലിസ്റ്റിൻ്റെ ആൽഫ ആൽബ്യൂട്ടിൻ യൂസ് ചെയ്തു. അൺഈവൻ സ്കിൻ ടോൺ ആയിരിക്കുമ്പോൾ അത് ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് നമ്മളുടെ അൺഈവൻ സ്കിൻ ടോൺ മാറ്റാൻ, ആ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് മാറിയെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ എഫേർട്ട്, എൻ്റെ ടൈം, ഞാൻ അതിന് വേണ്ടിയിട്ട് ലൈക്ക് എൻ്റെ പേഷ്യൻസ് ആൻഡ് ഞാൻ അതിൻ്റെ കൂടെ കമ്പയർ ചെയ്ത ലൈക്ക് കോമ്പിനേറ്റ് ചെയ്ത സാധനങ്ങളും എന്താണ് മാറ്ററാണ്. അപ്പോൾ അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ മൈ റെക്കമെൻഡേഷൻ ഈസ് ആൽഫ ആൽബ്യൂട്ടിൻ ഓഫ് മിനിമാലിസ്റ്റ്. പിമ്പിൾസ് ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. ആൻഡ് ഇപ്പം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത നയാസിനിമൈഡാണ് കുറച്ചായിട്ട്. ഇപ്പം എൻ്റെ കയ്യിൽ പ്ലമ്മാണ്. വിഷ് കെയറിൻ്റെ നയാസിനിമൈഡും ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഓക്കെ, സിറം ഇട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ. ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസ് തരട്ടെ. ഡോക്ടർ ഷീത്തിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ലൈക്ക് ഫാർമസ്യൂട്ടിക്കലാണ് ഡെർമാഡ്യൂ ആലോ ലോഷനാണ്. പ്ലസ് ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ദ മാജിക്കൽ പ്രോഡക്റ്റ് എമോലിൻ. അതൊരു ഭയങ്കര മാജിക്കൽ പ്രോഡക്റ്റാണ്. സോ എമോലിൻ, അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് എമോലിനാണ്. അപ്പോൾ ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട, ഇതെങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഇത് മേടിച്ചത്. ഇതൊരു ഇച്ചിരി ഓയിൽ ലൈക്ക് എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നോർമലാണ്, ഇടയ്ക്ക് ഡ്രൈ ആവും. അപ്പോൾ ഇതിടുമ്പോൾ എനിക്ക് തോന്നും ഇടുമ്പോൾ ഓയിലി ആവുന്നുണ്ടോ, പക്ഷേ അത്രയ്ക്ക് ഓയിലി ഒന്നും ആക്കുന്നില്ലെങ്കിലും ബെറ്റർ ഓപ്ഷൻ ഫോർ കോമ്പിനേഷൻ സ്കിൻ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ ലോകത്ത് ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്താലും ഞാൻ കറക്കും. എനിക്ക് അങ്ങനെ ഒരു മാജിക്കൽ പ്രോഡക്റ്റ് എനിക്ക് കറക്കാത്തത് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ശരിക്കും ഇത് റെക്കമെൻഡ് ചെയ്തത്. എൻ്റെ ക്ലാസ്മേറ്റ്. ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഷീസ് ഫ്രം തമിഴ്നാടു. അപ്പോൾ അവൾ എൻ്റെ റൂമിൽ എന്തിനോ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൺസ്ക്രീൻ അതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏത് സൺസ്ക്രീൻ ഇട്ടാലും അത് ഓക്സിഡൈസ് ആവും, ഞാൻ കറക്കും. ഷീ ടോൾഡ് മീ ടു ബൈ ദസ് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ. ഇത് മേടിച്ചപ്പോൾ സത്യം പറയട്ടെ, ഞാൻ ഇതുവരെ ഓക്സിഡൈസ് ആയില്ല. എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഓക്സിഡൈസ് ആവുന്നത്. സോ ഇതാണ് എൻ്റെ മാജിക്കൽ പ്രോഡക്റ്റ്. ഇത് തീർന്നു. ഇതെൻ്റെ 3rd ട്യൂബാണ്, തീർന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ വീക്ക്ലി 2 നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്രബ് ചെയ്യണം നിങ്ങളുടെ ഫേസ്. ഡെഫിനറ്റ്ലി അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. വാദി. ഓക്കെ, ഇതല്ലെങ്കിൽ ഐബ്ലിസിൻ്റെത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ലിപ്പിൽ വാസ്ലിൻ ഇടയ്ക്ക് യൂസ് ചെയ്യാം, വൺസ് ഇൻ എ വീക്ക് ഒക്കെ യൂസ് ചെയ്യാം. ഇതുണ്ടോ, ഇത് കോസ്റെക്സിൻ്റെ എലോ സൂതിങ് സൺക്രീമാണ്. 50+ SPF PA+++. ഇതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു യൂസും ഇല്ല. ഇത് ഞാൻ 1000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കറക്കും, ഓക്സിഡൈസ് ആവും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബദൽ ഇത് യൂസ് ചെയ്തു. അപ്പോൾ എത്ര പൈസ നമ്മൾ ഇട്ടു എന്നതിലല്ല കാര്യം, നമ്മുടെ സ്കിന്നിന് ആപ്റ്റായത് വാങ്ങുന്നതിലാണ് കാര്യം. അത് കാണിക്കാനാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ആൻഡ് യൂസ് എ നൈസ്, അല്ലെങ്കിൽ നല്ലൊരു മൈൽഡ് സ്മെല്ലുള്ള അല്ലെങ്കിൽ നല്ല ഒരു എഫക്റ്റുള്ള ഒരു
ഡിയോഡൻഡ്രൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് സ്മെൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഇത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്, ബോഡി കെയറിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ഈസ് ജർജൻസ് സൂതിങ് എലോ. എൻ്റെ എല്ലാത്തിലും എലോ ഉണ്ട്, അലോവേര ഉണ്ട്. എന്ത് ചെയ്യാനാ, അലോവേര ആൻഡ് മീസ് ലൈക്ക് തിക് ഫ്രണ്ട്സ്. ആൻഡ് പിന്നെ എൻ്റെ ഒരു ടിപ്പ് പറയാം. പ്രോസ്ട്രോപ്പ് ക്രീം, എൻവൈബേൻ്റെ പ്രോസ്ട്രോപ്പ് ക്രീം. നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ താല്പര്യമില്ല, ഒരു ഡ്യൂവി ഗ്ലൂ ലുക്കൊക്കെ കിട്ടണമെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദസ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ബോഡിയിൽ ഓയിൽ മസാജ് ചെയ്യും. അത് ഞാൻ ഹിമാലയയുടെ ബേബി മസാജ് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. സോ ഇതൊരു പെട്ടെന്നെടുത്ത വീഡിയോ ആണ്. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇഫ് യു വാണ്ട് ടു നോ സംതിങ് മോർ അബൌട്ട് ലൈക്ക് കോമ്പിനേഷൻ സ്കിൻ കെയർ routines and all, ping me on comment box. Don't forget to like, share, comment and subscribe. And next video ആയിട്ട് വരും വരെ ടാറ്റ ബൈ ബൈ.